ഒറ്റയ്ക്കിരുന്ന് കൂടുതൽ അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടുത്തെ വിശേഷമൊക്കെ പിന്നെ ഇപ്പം എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? യുദ്ധം തന്നെ യുദ്ധം, അങ്ങനെ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഞാൻ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കിയതാ. ഓവർനൈറ്റ് ഓട്സ് അല്ലെങ്കിൽ എന്താ ചിയ ഓട്ട് പുഡിങ് എന്ത് വേണമെങ്കിലും പറയാം. സോ ഞാൻ ആദ്യം ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നിങ്ങൾ കണ്ടിട്ടോ, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. ഇത് ഭയങ്കര സിമ്പിളാണ് കേട്ടോ. നമ്മൾ കുറച്ച് വെള്ളത്തിൽ ആമണ്ട്സ് ഇട്ട് വെച്ചിട്ട് പിന്നെ അതെടുത്ത് തൊലി കളഞ്ഞ് അത് കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുത്താൽ മതി. അതാണ് ആമണ്ട് മിൽക്ക്. പിന്നെ അതിലേക്ക് ഓട്സും ചിയാ സീഡ്സും, ഇത് ഞാൻ ഗ്രീക്ക് യോഗേർട്ടാണ് എടുക്കുന്നത്, ബ്ലൂബെറിയുടെ. ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നാളത്തേക്ക് വെക്കുക. നാളെ മോർണിംഗ് അത് എടുക്കുക. ഇത് പക്ഷേ ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ച് വെള്ളം കൂടിപ്പോയി. ഇത് നെക്സ്റ്റ് ഡേ ആട്ടോ. ഈവൻ ദോ ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ അത് സെയിം ആയിട്ട് ഇരിപ്പുണ്ടെങ്കിലും അത് നെക്സ്റ്റ് ഡേ ആണ് ഞാൻ എടുത്തത്. എൻ്റെ കയ്യിൽ കുറച്ച് ബ്ലൂബെറീസ് ഉണ്ടായിരുന്നു. ബ്ലൂബെറീസ് ഇവിടെ റേറ്റ് കുറവ് കിട്ടുന്ന ടൈമിൽ ഞാൻ കുറച്ച് വാങ്ങി ഫ്രീസറിൽ വെക്കാറുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാൻ കുറച്ച് ടാസ്ക്കാണ്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് എന്ത് ഫ്രൂട്ട്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം. സാധാരണ ഈ മാങ്ങയൊക്കെ വെച്ചിട്ട്, നല്ല പഴുത്ത മാങ്ങയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇപ്പം എൻ്റെ കയ്യിൽ ഇത് ഉണ്ടാകുന്നതുകൊണ്ട് ഞാനിത് എടുത്തേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സോ ഫ്രൂട്ട്സോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ച് യോഗേർട്ടും കൂടി ഇടുന്നുണ്ട്, ബിക്കോസ് ഇത് കൺസിസ്റ്റൻസി ഞാൻ വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടെ വെള്ളത്തിലായിപ്പോയി. കുറച്ച് നട്ട്സും പിന്നെ സൺഫ്ലവർ സീഡ്സ് ഉണ്ടായിരുന്നു, സോ അതും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ പുറത്തോട്ട് നോക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചാണെങ്കിൽ ഒന്നും ചെയ്യാനും ഇല്ല. കുറേ നേരം ഫോൺ യൂസ് ചെയ്താലും ഭയങ്കര മടുപ്പാണ്. കുറച്ച് നാൾ മുന്നേ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ഇൻസ്റ്റഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞായിരുന്നു. കാരണം ഞാൻ എപ്പോഴും അതിൻ്റെ യൂസ് കുറയ്ക്കണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് പറ്റിയില്ല. അപ്പോൾ ഞാനത് ഒരു മാസത്തേക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു. ഞാൻ യൂസ് ചെയ്തതേ ഇല്ല. അത് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ശരിയാ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങനെ ഒരു ബ്രേക്കൊക്കെ എടുക്കണം. ഒരു അടിപൊളി ടൈമായിരുന്നു എനിക്ക്. ഇടയ്ക്കിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി റോഡിൽ കൂടെ വണ്ടിയെല്ലാം പോകുന്നോ നോക്കി നിൽക്കും. പിന്നെ ഇവിടെ ഇടയ്ക്ക് ബാൽക്കണിയിൽ പക്ഷികളൊക്കെ വന്നിരിക്കാറുണ്ട്. ഈ ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റിൽ എനിക്കിവിടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഈ ഒരു ബാൽക്കണി ഇവിടെ ഉള്ളതാണ്. നമുക്ക് രാവിലെയൊക്കെ എണീക്കുമ്പം എല്ലാ ദിവസവും ഡോർ ഓപ്പൺ ചെയ്യുമ്പം നല്ല ഫ്രഷ് എയർ കിട്ടും റൂമിൽ. എനിക്കത് ഭയങ്കര ഒരു നല്ല കാര്യമായിട്ട് എപ്പോഴും തോന്നാറുണ്ട്. ഇന്നലത്തെ മഴയൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് നല്ല തണുപ്പാണ്. അതുമല്ല, ആകെ കൂടി ഒരു നല്ല മടിയുള്ള കാലാവസ്ഥയാണിപ്പം. പിന്നെ നല്ല മഴയൊക്കെയുള്ള ദിവസം ഇങ്ങനെ ജോലിക്കൊന്നും പോവാതെ റൂമിലിരിക്കാനും ഒരു രസമാണ്. UAE ഈ ഒരാഴ്ചയല്ല ഒരു മാസമായിട്ട് ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത്രയും ദിവസം യുദ്ധമായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മഴ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ മഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു 2023-ലോ 2024-ലോ എന്തോ നല്ല ഒരു മഴ പെയ്തിട്ട് ഇവിടെ നല്ല വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിരുന്നു, റോഡിനൊക്കെ പ്രശ്നം വന്നായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. എല്ലാ ദിവസവും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എല്ലാ ദിവസവും മഴ പെയ്യുക. ഇങ്ങനെ മഴ പെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല UAE-ൽ. പണ്ടൊക്കെ ഇവിടെ ഒരു മഴ വരുമ്പോൾ എല്ലാവരും മറ്റേ വീഡിയോ എടുക്കുന്നു, ഒരു മഴ വരുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. ഇതിപ്പം എല്ലാ ദിവസവും മഴയാണ്. ഇതൊന്നും ഇവിടെ കണ്ട് പതിവുള്ള കാഴ്ചയൊന്നുമല്ല. ഇവിടെ ഈ യുദ്ധം കാരണം ഏറ്റവും കൂടുതൽ അത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത് ഹോസ്പിറ്റാലിറ്റി ഫീൽഡാണ്. ഇപ്പം ഞാനൊക്കെ ഹോട്ടലിലാണ് വർക്ക് ചെയ്യുന്നത്. ഹോട്ടൽ ഹോസ്പിറ്റാലിറ്റിയാണ് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗസ്റ്റൊന്നും, കാരണം നമുക്ക് അധികം ഒക്യുപ്പൻസി ഇല്ല, ഒട്ടും തന്നെ ഇല്ല. നോർമലി ഈ ഒരു ടൈമിലൊക്കെ മാർച്ച് അല്ലെങ്കിൽ ഏപ്രിൽ വരെയൊക്കെ ഒരു 100% ഒക്യുപ്പൻസി ഉള്ള ഹോട്ടൽസിൽ ഇപ്പം നമ്മൾ വിചാരിക്കുന്നതിനേക്കാളൊക്കെ ഭയങ്കര കുറവാണ്. ഒരുപാട് ഹോട്ടൽസ് ക്ലോസ് ചെയ്തു. നമ്മുടെ ഹോട്ടൽസൊക്കെ ഇപ്പോഴും റണ്ണിങ് ആണ്. പക്ഷേ അത് എത്ര നാൾ അവർക്കിങ്ങനെ വലിയ ലാഭമൊന്നും ഇല്ലാതെ 100-500 സ്റ്റാഫിന് അവർ എത്ര നാൾ സാലറി കൊടുക്കും? അതൊക്കെ ആലോചിക്കുമ്പോഴാണ്. പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ലല്ലോ, വലിയ ജോലിയൊന്നുമില്ല. ഒരുപാട് സ്റ്റാഫിന് വെക്കേഷൻ കൊടുത്തിട്ടുണ്ട്. ഞാനും വെക്കേഷൻ എടുത്ത് നാട്ടിൽ പോയാലെന്നൊക്കെ ആലോചിക്കുന്നുണ്ട്. പക്ഷേ
വേണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഈ ഹോസ്പിറ്റാലിറ്റിന് നന്നായിട്ട് അഫക്റ്റ് ചെയ്തു. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടൽ എന്നൊക്കെ പറഞ്ഞാൽ അത് വേൾഡ് ട്രേഡ് സെൻറ്ററിന് തൊട്ടടുത്തുള്ള ഹോട്ടലാണ്. അപ്പം അവിടെ എന്ത് ഇവൻറ്റ്സ് ഉണ്ടെങ്കിലും നമ്മുടെ ഹോട്ടലും ഫുള്ളായിരിക്കും. ഞങ്ങളുടെ ഹോട്ടലെന്നല്ല, ആ ഒരു ഷേഖ് സയ്യിദ് റോഡിലുള്ള എല്ലാ ഹോട്ടൽസും ഫുള്ളായിരിക്കും. പക്ഷേ ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവിടെയുള്ള 2026 ആ ഒരു കലണ്ടറിലുള്ള ഒരു ഓൾമോസ്റ്റ് ഇവൻറ്റ്സ് എല്ലാം ക്യാൻസലായി. അപ്പം ഇവൻറ്റ്സ് ഒന്നും നടക്കുന്നില്ല. പിന്നെ ടൂറിസ്റ്റ് ആയിട്ടാണെങ്കിലും ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഈ ഒരു സിറ്റുവേഷൻ യുദ്ധം തീർന്നെന്ന് വെച്ചിട്ട് പെട്ടെന്ന് എല്ലാവരും ഇനിയിപ്പോൾ ദുബായിൽ പോകാന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് എല്ലാവരും അല്ലെങ്കിൽ UAE വരാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും വരുമൊന്നുമില്ല. സോ ആകെ കൂടി ഇനി ബിസിനസ്സൊക്കെ ഒന്ന് പച്ച പിടിച്ച് വരാൻ, ഈ ബിസിനസ്സൊക്കെ ഒന്ന് റെഡിയായി വരാനായിട്ട് എത്ര ടൈം എടുക്കുമെന്ന് നമുക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല. വിളിച്ചിട്ട് തിരിച്ചു വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അൺപെയ്ഡ് എടുത്ത് ഒരുപാട് പേര് വെക്കേഷനൊക്കെ അയച്ചിട്ടുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഹാഫ് സാലറി ആക്കിയിട്ടുണ്ട്, സാലറി കട്ട് ചെയ്തിട്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളൊക്കെ ഇതുവരെ സേഫാണ്. ഇനി അങ്ങോട്ട് ഇതൊന്ന് പെട്ടെന്ന് തീർന്നാൽ മതിയായിരുന്നു. ഇത് കൂടുതലാവും തോറും നമ്മൾ മാത്രമല്ല, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിലും എല്ലാവരും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് എൻ്റെയും ഈ ഒരു 2026 പ്ലാൻസ് എല്ലാം എല്ലാം സ്റ്റോപ്പായി. ഇനിയിപ്പം വരുന്നത് എങ്ങനെയാണോ അതുപോലെ പോവാം. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമുക്കെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്ത് ഇങ്ങനെ പോവാം എന്നൊന്നും ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല. ഈ വർഷം എന്തൊക്കെയാണോ വരുന്നത് അതുപോലെ അങ്ങ് പോവാം. നമ്മൾ കുറച്ച് സേഫായിട്ടിരിക്കുക, ഫിനാൻഷ്യലി കുറച്ച് സ്റ്റേബിൾ ആയിരിക്കുക. എന്ന് വെച്ചാൽ ഒരുപാട് ഓവർ സ്പെൻഡ് ചെയ്യാണ്ട്, ബിക്കോസ് നമുക്കറിയില്ലല്ലോ ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. സോ അത്യാവശ്യം പൈസയൊക്കെ കയ്യിൽ വെച്ച് സേവ് ചെയ്തൊക്കെ വെക്കുക. ബാക്കിയൊക്കെ വരുന്ന പോലെ നോക്കാം. പിന്നെ അടുത്ത വർഷം ഉണ്ടല്ലോ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റാക്കാൻ. അത്രേ ഉള്ളൂ. വീണ്ടും മഴ പെയ്യാൻ പോവാം. ഈ സൂര്യൻ വന്നില്ലെങ്കിൽ ഒരു വല്ലാത്തൊരു മൂകത. എനിക്ക് UAE ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ ഇവിടെ എപ്പോഴും വെയിലുള്ളതാണ്. ഇവിടെ അങ്ങനെ അധികം മഴയോ മഞ്ഞോ വരാത്തതുകൊണ്ട് എപ്പോഴും വെയിലുണ്ടാവും. എനിക്ക് അതാണ് ഇവിടെ ഏറ്റവും ഇഷ്ടം. ഇതിപ്പം 2-3 ദിവസമായിട്ട് വല്ലപ്പോഴൊക്കെ സൂര്യൻ വരാറുള്ളൂ. ഇന്നെൻ്റെ ഓഫല്ല, പക്ഷേ എൻ്റെ കുറച്ച് പബ്ലിക് ഹോളിഡേയ്സ് ഒക്കെ ഞാൻ എടുക്കാത്തത് കിടപ്പുണ്ടായിരുന്നു. അപ്പം അതെല്ലാം ക്ലിയർ ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ ഇന്ന് എനിക്ക് ഡ്യൂട്ടിക്ക് പോകണ്ടാത്തത്. റൂമിലിരുന്നിട്ട് ഭയങ്കര ബോറാണ്. സാധാരണ എല്ലാ വീക്കും ഞങ്ങൾ മീറ്റ് ചെയ്യും, അല്ലെങ്കിൽ വീക്ക്ലി 2 ദിവസം ഞങ്ങൾക്ക് ഓഫുള്ള ദിവസം ഇവിടെ വന്ന് നിൽക്കും. അങ്ങനെയാണ്. ഇതിപ്പം ഷാർജയിലും വെള്ളപ്പൊക്കമൊക്കെ ആയതുകൊണ്ട് ഒരാഴ്ച കഴിഞ്ഞു, 2 ആഴ്ചയായി വന്നിട്ട്. സോ ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് പുറത്തോട്ട് ഇറങ്ങിയാലോ എന്ന് വിചാരിക്കാറുണ്ട്. ചെറിയ മഴ പിടിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ പുറത്തോട്ടിറങ്ങി ഒന്ന് നടന്നിട്ടൊക്കെ വരാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമുക്ക് പോയാലോ? ഞാൻ പെട്ടെന്നൊന്ന് പുറത്ത് പോയിട്ട് വന്നു, പക്ഷേ ഞാനൊരു സാധനം കൂടി കൊണ്ടുവന്നു. ലണ്ടൻ ഡയറി ഡബിൾ ചോക്ലേറ്റ്. ഷുഗർ കഴിക്കാൻ പാടില്ലെന്നാ, പക്ഷെ വല്ലപ്പോഴൊക്കെ ആവാം. സമയം കറക്റ്റ് 2 മണിയായിട്ടുണ്ട്. ചോറ്, അവിയൽ, പയറുതോരൻ, പ്രോൺസ്, ചെമ്മീൻ. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യുന്നെന്ന് ഞാൻ വീഡിയോ എടുത്തതാണ്. പക്ഷേ എടുത്തു വന്നപ്പം ഇപ്പം ഞാൻ ഭക്ഷണം ഉണ്ടാക്കുന്നു, കഴിക്കുന്നു, എന്തെങ്കിലും എടുക്കുന്നു, കഴിക്കുന്നു. അത് തന്നെ ഉള്ളൂ വീഡിയോയിൽ. സാരമില്ല. അടുപ്പിച്ച് അവധി കിട്ടി വീട്ടിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. മറ്റു ഇൻസ്റ്റഗ്രാമിലൊരു ചേട്ടനുണ്ടല്ലോ, ചോറ് വയ്ക്കുന്ന ചേട്ടൻ. ഞാനിപ്പോൾ അതേപോലെ ഡെയിലി എനിക്ക് തന്നെയാണ് പണി. ചോറ് വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഒരു സിനിമ കാണണം, അതൊക്കെ തന്നെ. ഇന്നിനിപ്പം പുറത്തിറങ്ങാൻ പറ്റില്ല, നല്ല മഴ വരുന്നുണ്ട്. സോ ഇങ്ങനെയൊക്കെയൊന്ന് പോവാം. അപ്പോൾ ശരി, നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കാം.
ഈ ബാക്കിയുള്ള ജോലികളൊക്കെ എനിക്ക് അപ്പം തന്നെ ചെയ്ത് മാറ്റിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ടാണ് എനിക്ക് എത്ര മടിയാണെങ്കിലും ഞാനിവിടെ നിന്നിട്ട് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടെങ്കിൽ ഞാൻ അതെല്ലാം ചെയ്ത് ക്ലിയർ ആക്കി വയ്ക്കും. അതിൽ ക്ലീനിങ് ആണ് മെയിൻ. എൻ്റെ ഒരു ഓഫ് ഇട്ട് കഴിഞ്ഞാൽ എൻ്റെ പകുതിയും പോകുന്നത് ക്ലീനിങ്ങിലായിരിക്കും. എനിക്കറിയില്ല ഇത് നമ്മൾ എങ്ങനെയാണ് ഒരു വീടൊക്കെ വൃത്തിയാക്കി വെക്കുകയെന്ന്. ഇന്ന് ഞാൻ ഈ പ്രോൺസ് ഫ്രൈ മാത്രമേ ഉണ്ടാക്കിയുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഫുഡെല്ലാം ഞാൻ ഇന്നലെ തന്നെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ ഡെയിലി കുക്ക് ചെയ്യാറൊന്നുമില്ല. ഒരു 3-4 ദിവസത്തേക്കുള്ള ഫുഡൊക്കെ ഞാൻ എപ്പോഴും ഉണ്ടാക്കി വെക്കാറുള്ളത്. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ 2-3 മണിക്കൂറൊക്കെ നിന്ന് കുക്ക് ചെയ്തിട്ട് ഫുഡ് കഴിക്കാൻ എടുക്കുന്ന ആകെ 5-10 മിനിറ്റാണ്. അതുതന്നെ നമ്മൾ കൂട്ടിക്കീച്ചൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നഷ്ടക്കച്ചവടമാണ്. ഇവിടെ വന്ന ടൈമിൽ ഞാൻ ഒരുപാട് ചെടികളൊക്കെ വാങ്ങി വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ എനിക്ക് നോക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടായിരിക്കും ഞാനത് എന്ത് ചെയ്താലും അതൊന്നും അധികം നാൾ സർവൈവ് ചെയ്യില്ലായിരുന്നു. പിന്നെ ഞാനതങ്ങ് വിട്ടു. ഈ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്. അതുവരെ ഒരു സ്നേക്ക് പ്ലാന്റ് ഒക്കെ ഞാനത് വെള്ളം ഒഴിച്ചാലും ഒഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. അതെല്ലാം ഇപ്പോൾ ചത്തുപോകാറായിട്ടുണ്ട്. എനിക്കിതുപോലെ മടിയുള്ളൊരു പണിയില്ല. ഈ വേസ്റ്റ് കൊണ്ട കളയലാണ്. കുറച്ച് ഈ എൻ്റെ സെയിം ഫ്ലോറിൽ തന്നെയാണ്. ഒരു മിനിറ്റ് പോലും നടക്കാനില്ല. പക്ഷേ എനിക്ക് മടിയെന്ന് പറഞ്ഞാൽ മടിയാണ്. പിന്നെ ഇവിടെ വെള്ളത്തിന് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. ഈ 5 ലിറ്റർ ക്യാനൊക്കെ ഞാൻ സിമ്പിളായിട്ട് പൊക്കിയെടുക്കാറൊക്കെ ഉണ്ട്. ഇതിന് നമ്മുടെ താഴെ സെക്യൂരിറ്റിയിൽ ഒരു കൂപ്പൺ ഉണ്ട്. നമ്മളൊരു 5 ദിർഹം കൊടുത്തിട്ട് ആ കൂപ്പൺ വാങ്ങണം. നമ്മുടെ കാലിയായിട്ടുള്ള കുപ്പിയായിട്ട് അത് പുറത്ത് വെച്ചാൽ മതി. അവർ പുതിയ ബോട്ടിലിൽ ഫില്ല് ചെയ്തിട്ട് ഡോറിൻ്റെ പുറത്ത് കൊണ്ട് വെച്ചോളൂ. നമുക്ക് വേണ്ടപ്പോൾ എടുക്കാം. അത്രേ ഉള്ളൂ. സിമ്പിളാണ്. ഇത് ആമസോണിൽ നിന്നൊരു ഡെലിവറി വന്നതാണ്. ഞാൻ കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ആക്ച്വലി ഓർഡർ ചെയ്തിട്ട് ഒരു 3-4 ആഴ്ചയായി. എനിക്ക് ഇപ്പോഴാണ് കിട്ടിയത്. ചിലപ്പം ഈ മഴയും ഇതൊക്കെ ഷിപ്മെൻറ്റിൻ്റെ പ്രശ്നമായിരിക്കും. ഇത് നിതിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത സാധനങ്ങളാണ് കൂടുതലും. ഞാൻ ഈ എടുക്കുന്ന ഈ ഫസ്റ്റ് മാത്രമേ ഉള്ളൂ എൻ്റെത്. അത് മുടിയിൽ തേക്കാനുള്ള ഫ്രിസ് ഫ്രീ ആയിട്ടുള്ള സെറമാണ്. ബാക്കിയെല്ലാം നിതിന് വാങ്ങിയ സാധനങ്ങളാണ്. അവൻ്റെ ഒരു സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, റോൾ ഓൺ, പിന്നെന്തായിരുന്നു, ഒരു പെർഫ്യൂം ഉണ്ടായിരുന്നു, സെറം ഉണ്ടായിരുന്നു. എല്ലാം അവന് വാങ്ങിയ സാധനങ്ങളാണ്. ഒരു 2-3 വർഷമായിട്ട് ഇവൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് വാങ്ങാറുള്ളത്. ഞാനൊന്ന് കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് പുറത്തോട്ട് ഇറങ്ങാം, ഒരു ചായ കുടിക്കാം, താഴെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ മഴ പൊടിയുന്നുണ്ട്. ചായ വേണ്ട, ഐസ്ക്രീം കഴിക്കാം. ചോക്ലേറ്റ്. ഇത് ലണ്ടൻ ഡയറിയുടെ പ്രീമിയം ഐസ്ക്രീമാണ്, ഡബിൾ ചോക്ലേറ്റ്. മേ ബി നമുക്കിത് സ്ട്രെസ് ഈറ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആക്ച്വലി ഞാൻ വാങ്ങുമ്പം ഞാൻ ഇത്രയും വലുത് വാങ്ങാറില്ല. കുറച്ച് ദിവസം ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാ. എന്ത് ടെൻഷൻ വന്നാലും എന്ത് സ്ട്രെസ് വന്നാലും വല്ലപ്പോഴും ഒക്കെ ഒരു ഐസ്ക്രീം കഴിക്കാം. അപ്പോൾ നമ്മളെ ഹാപ്പിയാക്കും. രാവിലെ ഹെൽത്തി, ഷുഗറൊന്നും ഇടാണ്ട് ഹെൽത്തി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട്, ഹെൽത്തി ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വൈകുന്നേരം ഇങ്ങനെ ഐസ്ക്രീം കഴിക്കുന്നതിന് വിരോധാഭാസം എന്നാണ് പറയാം. അങ്ങനെ എന്താണൊക്കെ പറയാം, പക്ഷെ കുഴപ്പമില്ല. സമ്മറിൽ ഞാൻ അങ്ങനെ ഡിഫ്യൂസറോ ക്യാൻഡിലോ ഒന്നും യൂസ് ചെയ്യാറില്ലാത്തതാണ്. ബിക്കോസ് ഭയങ്കര ചൂടാണല്ലോ. ഇപ്പം മഴയൊക്കെ ആയി 2-3 ദിവസം ഭയങ്കര മൂടലായി കിടന്നുകൊണ്ടാണ് ഞാനിപ്പം ഡിഫ്യൂസർ ലൈറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ ഇപ്പോഴും ഇതിലത്ര പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അടുത്ത വീഡിയോയിൽ കാണാം.